ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി ബാപ്റ്റിസം കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 കിലോ വരുന്നൊരു ബാപ്റ്റിസം കേക്കാണ്. അപ്പോൾ കസ്റ്റമറിന് ആകെ ഉണ്ടായ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കേക്കിനൊരു പർപ്പിൾ തീം വേണം, ഫുൾ പർപ്പിൾ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റേജ് കണ്ടില്ലേ, ഫുൾ പർപ്പിൾ തീം അല്ലേ, അപ്പോൾ അതുപോലെ വേണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ്. ബാക്കിയെല്ലാം എൻ്റെ ചോയ്സിന് കസ്റ്റമർ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ കേക്ക് എങ്ങനെ ചെയ്യണമെന്നൊന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ 2 മോൾഡാക്കിയിട്ടാണ് ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. കാരണം കസ്റ്റമറിന് ടോൾ കേക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കാരണം നമ്മുടെ സ്റ്റേജിലൊക്കെ കേക്ക് വെക്കുമ്പോൾ ടോൾ കേക്ക്സ് അല്ലേ കുറച്ചും കൂടി ഭംഗി കാണാൻ. അപ്പോൾ കസ്റ്റമറിന് ടോൾ കേക്കായിരുന്നു താല്പര്യം. എന്നിട്ട് ഞാൻ ആ 2 കേക്കും ഓരോന്നും 3 ലെയർ വെച്ച്, അതായത് മൊത്തം 6 ലെയർ ആക്കിയിട്ടാണ് നമ്മുടെ കേക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല ടോൾ നമുക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്, വേറൊന്നുമല്ല, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. കാരണം ഇത്രയും നാളും വെയിലായിരുന്നു, ഇപ്പോൾ പെട്ടെന്നൊരു മഴ വന്നേക്കണേ. അവിടെയും എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കതിന് ശേഷം നമ്മുടെ ഫ്രോസ്റ്റിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കുക, ഇത്രയും നല്ല ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേക്ക് ആവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് അവിടെ കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് നല്ലോണം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ടിങ് കുറച്ച് തിക്കായിട്ട് തന്നെ ചെയ്യാം. കാരണം നമുക്കിവിടെ ഡിസൈൻ വരുന്നത് ഒരു പാലറ്റ് നൈഫ് വെച്ചുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അത് ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ ഔട്ടറിലുള്ള ക്രീം വെച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫൈനൽ കോട്ടിങ്ങിലുള്ള ക്രീം നല്ല തിക്കായിട്ട് തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫൈനലി ഉള്ള ആ ടൂത്ത് പിക്ക് നമുക്ക് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചുള്ള ഡിസൈൻ. അപ്പോൾ ഇതൊരു സ്റ്റേജ് ഓറിയൻറ്റഡ് ഡിസൈനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസൈൻ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒട്ടും സ്പേസും ഗ്യാപ്പും ഇല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പർപ്പിൾ തീമാണല്ലോ പറഞ്ഞിരുന്നത്, അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാവേ. ഗോൾഡൻ ഡസ്റ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ഫ്ലേക്സ് ആയാലും മതി. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഗോൾഡൻ ഡസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മുടെ കേക്ക് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേജ് കേക്ക് ഡിസൈനാണിത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ കേക്ക് കൂടാതെ പോപ്സും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോപ്സും സെയിം തീം, പർപ്പിൾ തീം തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പോപ്സിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് പറയണേ. പിന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.